ശരി, വെമ്പായ നസീർ, എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ DCC അധ്യക്ഷന്റെ വാക്കുകൾ സന്തോഷം പകരുന്നതാണ്. പക്ഷേ അവിടെ പറഞ്ഞു വെക്കുന്നൊരു കാര്യം ബി ജെ പിയുടെ കടന്നുവരവാണെന്നേ. 60 മണ്ഡലങ്ങളിൽ BJP കുതിച്ചെത്തും, അത് LDFന് മൂന്നാമതും ഭരണം നൽകാൻ കാരണമാകുമെന്ന് പറയുമ്പോൾ LDFന്റെ ഗുണം കൊണ്ടൊന്നുമല്ല ഒരുപക്ഷെ ഭരണം കിട്ടുകയാണെങ്കിൽ ഉണ്ടാവുക എന്നുള്ളത് പറഞ്ഞു വെക്കുകയാണ് DCC അധ്യക്ഷൻ. അത് നമ്മൾ അങ്ങനെയല്ല, അത് മനസ്സിലാക്കേണ്ടത് അങ്ങനെയല്ല. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ശ്രീജിത്ത് സാറായിരുന്നാലും ശരി, ശ്രീമാർ സാറി, എന്ത് നിസ്സാരവൽക്കരിച്ചാണ് അത് പറയുന്നത്. അത് വെറുതെ പറഞ്ഞാണ്, തമാശ പറഞ്ഞാണ്. ഈ പാലോട് രവി ആരാണ് സാർ? പാലോട് രവി കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകനല്ല, മുൻ നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന ആളല്ലേ ഈ പാലോട് രവി. അതുപോലെ നെടുമങ്ങാട് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 3 തവണ MLA ആയ ഒരു നേതാവല്ലേ, ഇപ്പോൾ DCC പ്രസിഡൻ്റല്ലേ ഈ പാലോട് രവി. ഈ പാലോട് രവിയാണ് വന്ന് ഈ വെളിപ്പെടുത്തുന്നത്. രസമല്ല. ആ ജലീലെന്ന് പറയുന്ന ആ വെഞ്ഞാറമൂട് പേരുമലയുള്ള ആ പ്രവർത്തകനോട് പറയും, നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് പുറത്തു പോകുന്ന സംശയമുണ്ട്, നീ പുറത്ത് വിടരുത് എന്ന് പറഞ്ഞിട്ട് അതാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പാർട്ടി, കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഗതികേട്, ഈ കോൺഗ്രസ് പാർട്ടി എവിടെ എത്തി നിൽക്കുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ മാന്നാർ മത്തായി സിനിമയിൽ ഇന്നസെൻ്റ് സായ് കുമാറിനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്, നിനക്ക് വിവരമില്ലെങ്കിൽ നീ സത്യമേ പറയൂ എന്ന്. പാലോട് രവി പറഞ്ഞത് കറക്റ്റാണ്. മൂന്നാമതും ഇടത് ഭരണം വരിക തന്നെ ചെയ്യും. കാരണം ഈ നാട്ടിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കോൺഗ്രസുകാർക്ക് മനസ്സിലായി എന്നുള്ളതല്ലേ ഈ പാലോട് രവി തുറന്നു പറയുന്ന ആകെ തുക. നാട്ടിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കോൺഗ്രസുകാർക്കും മനസ്സിലായി. അതുകൊണ്ട് മൂന്നാമതും LDF ഇടതുപക്ഷം ഭരണത്തിൽ വരും എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പാലോട് രവി, നമുക്കറിയാം, ഈ പാലോട് രവി നേരത്തെയും ഇദ്ദേഹം ഈ ജനകട ഒരു കോൺഗ്രസ് ഒരു DCC പ്രസിഡന്റ് ഒരു ഗതികേട് ആലോചിച്ചു. ദേശീയ ഗാനം പോലും നേരെ ചൊവ്വെ പാടാൻ ഈ മാന്യ അദ്ദേഹത്തിന് അറിയില്ല. ജനകട അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ സിദ്ദീഖ് കഴുത്തിന് പിടിച്ച് പുറത്താക്കിയത് ലോകം മുഴുക്കെ കണ്ട് ചിരിച്ചതല്ലേ നമ്മൾ. ഒരു കോൺഗ്രസ് നേതാവാണ്. ആ സിദ്ദീഖ് ആ സ്ഥലത്തില്ലായിരുന്നുവെങ്കിൽ ഈ ദേശീയ ഗാനം അദ്ദേഹം പാടി ലോകം മുഴുക്കെ ഒന്ന് ആലോചിച്ചു. പെട്ടെന്ന് അദ്ദേഹം ഇടപെടുകയും കഴുത്തിന് പിടിച്ച് പുറത്താക്കുകയും ചെയ്തു. ഇത് സാധാരണ നമ്മൾ പറയാറുണ്ട്, 10, 60, 70 വയസ്സായി കഴിഞ്ഞാൽ ഇവരെയൊക്കെ വീട്ടിൽ പറഞ്ഞ് ഇവരുടെ പുതിയ ആൾക്കാരെ അവസരങ്ങൾ കൊടുക്കണം. ഇത് 70 വയസ്സ് സാർ കൊച്ചു കുട്ടികളെ നേതാവാണ്. മുതിർന്ന നേതാവ് കാണിച്ചു വിടണ കണ്ടില്ലേ? 70-80 വയസ്സൊക്കെ ആകുമ്പോൾ എന്തെന്നറിയാം, വൃദ്ധസദനമായി ഈ കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. വൃദ്ധസദനമായി. ആ LDFന്റെ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഇതുപോലെ വളർത്തുപുത്രന്മാരെയും ഇതുപോലെ ആശ്രിതരെയും LDF അവർ വളർത്തൂല. LDFന്റെ മുഖ്യമന്ത്രിക്ക് എത്ര വയസ്സുണ്ട്? എന്തോ LDFന്റെ മുഖ്യമന്ത്രിക്ക് എത്ര വയസ്സ്? LDFന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചരിത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ എന്ന അനിശ്ചയത്തിനായ നേതാവാണ്, കേരളത്തിന്റെ അനിശ്ചയത്തിനായ നേതാവാണ്. അതുപോലെ 1-2 നേതാക്കൾക്ക് ഇളവ് കൊടുക്കും. പക്ഷെ അതുപോലെയാണ് കോൺഗ്രസിൽ പുതിയ DCC അധ്യക്ഷന്മാരുടെ ഒരു കണക്കൊക്കെ എടുത്താൽ ഈ പറഞ്ഞ 1-2 ആളുകൾക്ക് മാത്രമായിരിക്കും താങ്കൾ പറഞ്ഞ ഈ പ്രായത്തിന്റെ കോൺഗ്രസിൽ 100 കണക്കിന്. ഇപ്പൊ എന്റെ സുഹൃത്ത് അദ്ദേഹം പറഞ്ഞ കഴിവുള്ളവരൊക്കെ പുറത്ത് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞ AK ആന്റണി എണീറ്റ് നിന്ന് കൈലുമുണ്ട് കൊടുക്കാനുള്ള ആരോഗ്യം അദ്ദേഹത്തിനില്ല. അദ്ദേഹം മുഖ്യമന്ത്രി ഒന്നും കൂടി ആവാൻ പറ്റുമോ എന്ന് പറഞ്ഞ ശ്രമം നടത്തുകയാണ്. AK ആന്റണി 90 വയസ്സായ AK ആന്റണി. വേണുഗോപാൽ ഡൽഹിയിൽ നിന്ന് ചരട് വലിക്കുന്നു, മുഖ്യമന്ത്രി ഇവിടെ ആവാൻ പറ്റുമോ എന്ന്. രമേശ് ചെന്നിത്തല വേറെ കളികൾ കളിക്കുന്നു. അതുപോലെ എം ഹസന് എണിച്ച് ഒറ്റയ്ക്ക് നടക്കാൻ അദ്ദേഹത്തിനുള്ള ആരോഗ്യമില്ല. അദ്ദേഹം എനിക്കും പറ്റുമോ എന്ന് പറഞ്ഞ് അദ്ദേഹം ശ്രമം നടത്തുകയാണ്. അതുപോലെ സുധാകരൻ ഇതുപോലെ 10-20 പേര് പശ മുക്കിയ കതറും തേച്ച് വെച്ചുകൊണ്ട് നിൽക്കാൻ മുഖ്യമന്ത്രി ആവോന്നും പറഞ്ഞു. ഈ തമ്മിലടിയായി ഈ കോൺഗ്രസ് മാറി കഴിഞ്ഞു. സാർ ഈ പറഞ്ഞതിന് മറ്റൊരു ഇതും കൂടെ നോക്കണം. ഇവർ രഹസ്യമായിട്ട് BJP വളർത്തുകയാണ്. ഈ മുമ്പും ഈ പാലോട് രവിയെക്കുറിച്ച് ആശയം ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹം RSS സഹയാത്രനായി ഇദ്ദേഹം മാറിയിരിക്കുന്നത് ഇപ്പം മറനീക്കി പുറത്ത് വന്നിരിക്കുന്നു സാർ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇദ്ദേഹം വിവരം ഇല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ സത്യമാണ്, മൂന്നാമതും ഇടതുപക്ഷം വരിക തന്നെ ചെയ്യും. നാട്ടിൽ നടക്കുന്ന വികസനം. ശരി, തിരിച്ചു വരാം. ശ്രീകുമാർ, ഇവിടെ ഈ PS പ്രശാന്ത് നമുക്കറിയാം പാലോട് രവിയുമായി കലഹിച്ച് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയും CPMന്റെ